ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റിമോട്ട് കൺട്രോളിന്റെ കാറാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ കാറ് ഇതാണ്. ഇതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇനി നമ്മൾ ഷോക്ക് അബ്സർ കൂടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് 2 ഷോക്ക് അബ്സർ കൂടെ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോയും ഇതിന്റെ ഇലക്ട്രോണിക് സെറ്റിംഗ്സിന്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ ഏതായാലും വീഡിയോ ഇട്ടു പോകാം. ഫ്രണ്ട്സ്, ആദ്യമായിട്ട് നമുക്ക് ഇതുപോലൊരു കമ്പിയിലോട്ട് ഇതുപോലൊരു ഗിയർ ഞാൻ കയറ്റി ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലൊരു DC മോട്ടർ കൂടെ വേണം. ഇനി നമുക്ക് വീലിൻ്റെ ഷാഫ്റ്റിലോട്ട് ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റൗണ്ട് പീസ് കയറ്റിയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ DC മോട്ടർ ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് DC മോട്ടറിൽ നിന്ന് നമുക്ക് ഗിയറിലോട്ട് നന്നായിട്ട് ഡ്രൈവ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ചെയ്സ് ഉണ്ടാക്കാൻ കുറച്ച് ഇതുപോലത്തെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കുകൾ വേണം. ഞാനിവിടെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കുകൾ 2ആയിട്ട് ഇതുപോലെ കൂട്ടി ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഇടക്കായിട്ടൊരു പീസും കൂടെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സൈഡിലും ഹോളിട്ട് എടുത്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വീലിൻ്റെ ഷാഫ്റ്റ് നമ്മുടെ ഈ സ്റ്റിക്കിൻ്റെ ആ ഒരു ഹോളിലോട്ട് കയറ്റിയിട്ട് കൊടുക്കണം. ഇനി അടുത്തൊരു സ്റ്റിക്ക് അപ്പുറത്തെ ആ ഒരു ഷാഫ്റ്റിലോട്ടും കൂടെ ഇതുപോലെ കയറ്റിയിട്ട് കൊടുക്കണം. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതേപോലെ 4 വീലുകൾ കൂടെ വേണം. ഇനി നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഷാഫ്റ്റിലോട്ട് 2 സൈഡിലോട്ടും ഷാഫ്റ്റിൻ്റെ 2 സൈഡിലോട്ടും നമുക്ക് ഓരോ വീല് വെച്ച് കയറ്റിയിട്ട് കൊടുക്കണം. ഞാനിവിടെ 2 സ്റ്റിക്ക് കൂടെ ഇതേപോലെ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്യാപ്പിലോട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു 2 ഹോളും കറക്റ്റായിട്ട് വെച്ച് ഇതുപോലൊരു കമ്പിയുടെ ഒരു പീസ് കട്ട് ചെയ്ത് ആ ഒരു ഹോളിലോട്ട് കയറ്റിയിട്ട് കൊടുക്കണം. ഇത് നമ്മുടെ ഷോക്ക് അബ്സർ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ചെറിയ ഇതുപോലൊരു റബ്ബറിൻ്റെ പീസ് റൗണ്ട് പീസ് എടുത്തിട്ട് നമുക്ക് ഈ കമ്പിയിലോട്ട് കയറ്റിയിട്ട് കൊടുക്കണം. ഇത് എന്തിനാന്ന് വെച്ചാൽ കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റിക്കും ഇതുപോലെ തന്നെ ആ ഒരു ഗ്യാപ്പിലോട്ട് ഹോള് കറക്റ്റാക്കി വെച്ചിട്ട് കമ്പിയുടെ ഈ ഒരു വശം കൂടെ അതിലോട്ട് കയറ്റി ഇട്ട് കൊടുക്കണം. അപ്പം നമുക്കത് ഷോക്ക് അബ്സറിന് 2 സ്റ്റിക്കും നന്നായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യും. പിന്നെ നമുക്ക് ഈ കമ്പിയുടെ 2 അറ്റത്തോട്ടും കൂടെ 2 റബ്ബറിൻ്റെ ഇതേപോലത്തെ റൗണ്ട് പീസ് കയറ്റിയിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് സിസ്റ്റമാണ്. സ്റ്റിയറിംഗ് സിസ്റ്റം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇത് കാണിച്ചിരിക്കുന്ന പോലെ തന്നെ 2 സ്റ്റിക്ക് കൂട്ടി ഇതേപോലെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ട് ഒരു സൈഡിൽ ഹോളിട്ട് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഇത് മനസ്സിലാകും ഇതെങ്ങനെയാണ് സ്റ്റിയറിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന്. ഞാനിവിടെ ഒരു പഴയ കാറിൻ്റെ ഒരു വീലിടുന്ന ഷാഫ്റ്റ് ഇതുപോലെ ഊരി എടുത്തിരിക്കുകയാണ്. അങ്ങനെ 2 ഷാഫ്റ്റ് വേണം. പിന്നെ നമുക്ക് ആ ഷാഫ്റ്റിൻ്റെ ആ ഒരു 2 പൊങ്ങി നിൽക്കുന്ന ആ ഒരു ലെഗ് പീസ് ഈ ഹോളിലോട്ട് കയറ്റിയിട്ട് കൊടുക്കണം. ഇത് കയറ്റിയിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അതായത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പം 2 ഷാഫ്റ്റും അതേപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഷാഫ്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ഒരു വുഡിൻ്റെ പീസിൽ 2 ഹോളിട്ട് എടുക്കണം. അതിനുശേഷം ഇതേപോലെ ആ ഒരു 2 ഷാഫ്റ്റ്, അതായത് സ്റ്റിയറിങ്ങിൻ്റെ റോഡ് വരുന്ന ആ 2 ഷാഫ്റ്റിലോട്ട് ഇത് കയറ്റിയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ ചെയ്സിലോട്ട് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു പോർഷൻ വരുന്ന ആ ഒരു ചെയ്സ് നമുക്ക് ഇതേപോലെ നേരത്തെ നമ്മൾ പിടിപ്പിച്ച പോലെ ആ ഹോള് തമ്മിൽ കറക്റ്റാക്കി വെച്ച് ഇതേപോലെ ഒരു കമ്പി കയറ്റി 2 ഭാഗം കൂടെ ബന്ധിപ്പിച്ച് റബ്ബർ പുഷിട്ട് ഉറപ്പിച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ ആ ഒരു പോർഷൻ കൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷനിലോട്ട് വേണം നമുക്ക് ഷോക്ക് അബ്സറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ സ്റ്റിയറിങ്ങിൻ്റെ ഷാഫ്റ്റിലോട്ട് ഓരോ വീല് വെച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് ഓരോ വീല് പിടിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലൊരു സ്റ്റിക്ക് ഇതേപോലെ ഹോളിട്ടെടുത്തിട്ട് സ്റ്റിയറിങ്ങിൻ്റെ ആ ഫ്രണ്ടിലെ ആ ഒരു ചെയ്സയിലോട്ട് ഇതുപോലെ വെച്ച് ഒട്ടിച്ച് വെക്കണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അബ്സർ പിടിപ്പിക്കാനും സെർവോ മോട്ടർ പിടിപ്പിക്കാനും കൂടെയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഷോക്ക് അബ്സറാണ്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഉടനെ തന്നെ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഷോക്ക് അബ്സറാണ് നമ്മളിനി പിടിപ്പിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ടിലെ ഷോക്ക് അബ്സറാണ് പിടിപ്പിക്കുന്നത്. അത് നേരത്തെ നമ്മൾ കാണിച്ച ഹോളിലോട്ട് ഈ ഷോക്ക് അബ്സർ ഇങ്ങനെ വെച്ച് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുപോലെ 2 സ്റ്റിക്കുകളൂടെ വേണം. ഞാനിപ്പോൾ 2 സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഷോക്ക് അബ്സറിൻ്റെ മുകൾ ഭാഗവും അതായത് കാറിൻ്റെ നടുക്കത്തെ ചെയ്സുമായിട്ട് ഒട്ടിച്ച് പിടിപ്പിക്കണം. എന്നാൽ മാത്രമേ ഷോക്ക് അബ്സർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ നടുക്കത്തെ ചെയ്സും ഷോക്ക് അബ്സറിൻ്റെ മേളുഭാഗമായിട്ട് ഒട്ടിച്ച് പിടിപ്പിക്കണം. ഇനി ഞാനിപ്പോൾ ഇതുപോലെ 2 സ്റ്റിക്കുകൾ കൂടെ എടുത്തിട്ട് ബാക്കിലെ ഷോക്ക് അബ്സറും കൂടെ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നടുക്കത്തെ ചെയ്സിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഈ 2 സ്റ്റിക്കും ഒട്ടിച്ച് വെക്കാൻ പോവാണ്.
അതുപോലെ 2 ചേസിലും ഒട്ടിക്കണം, അപ്പുറത്തെ ചേസിൽ കൂടെ ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഷോക്ക് അബ്സറിലോട്ട് ഇതുപോലെ 2 സ്റ്റിക്ക് കട്ട് ചെയ്ത് ഇതുപോലെ ഷോക്ക് അബ്സറിൻ്റെ മുകളിലത്തെ ഭാഗത്തെ 2 സൈഡിലോട്ടും ഇതുപോലെ വെച്ച് നന്നായിട്ട് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്ത ആ ഒരു സ്റ്റിക്കിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച സ്റ്റിക്കിൻ്റെ ഈ ഒരു ഗ്യാപ്പിലോട്ട് വെച്ച് ഒട്ടിക്കണം. അതിനുശേഷം ബാക്കിലെ ചേസിലോട്ട് നമ്മുടെ ഷോക്ക് അബ്സറിൻ്റെ അടിഭാഗം കൂടെ വെച്ച് ഒട്ടിച്ചെടുക്കണം. ഞാനിപ്പം ഒരു ഷോക്ക് അബ്സർ ഒട്ടിച്ചത് കാണിച്ചു തന്നതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും കൂടെ ഒട്ടിക്കണം. ഇപ്പം നമ്മുടെ ഷോക്ക് അബ്സറൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാക്കിലെ ഷോക്ക് അബ്സറും ഫ്രണ്ടിലെ ഷോക്ക് അബ്സറും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇലക്ട്രോണിക് പാർട്സൊക്കെ പിടിപ്പിച്ചെടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു 9 ഗ്രാം വരുന്നൊരു സെർവോ മോട്ടറാണ് സ്റ്റിയറിംഗ് സിസ്റ്റത്തിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ച ആ ഒരു സ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സെർവോ മോട്ടർ ഈ ഒരു സൈഡിലായിട്ട് വെച്ച് ഒട്ടിക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇങ്ങനൊരു കമ്പി വളച്ചെടുത്തിരിക്കുകയാണ്. ഈ കമ്പിയാണ് നമ്മുടെ സെർവോ മോട്ടറിനെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മുടെ ഈ ഒരു സൈഡിലെ റോഡിലോട്ട് നമ്മുടെ ഈ ഒരു കമ്പിയുടെ ഒരു പീസ് കയറ്റിയിട്ടിട്ട് നമ്മുടെ സെർവോയുടെ ആ ഒരു ഷാഫ്റ്റിലോട്ടും കൂടെ കയറ്റിയിടണം. അതിനുശേഷം നമ്മുടെ സെർവോ മോട്ടർ അവിടെ വീല് നേരെ വെച്ച് വീല് നേരെയാണെന്ന് ഉറപ്പാക്കിയ ശേഷം നമുക്ക് സെർവോ മോട്ടർ അവിടെ വെച്ച് നന്നായിട്ട് ഒട്ടിച്ച് പിടിപ്പിക്കാം. ഇനി ഞാൻ നമ്മുടെ DC മോട്ടറിലോട്ട് ഇതുപോലൊരു വയർ കണക്ടർ കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ റിസീവർ. FSIA-6B എന്നാണ് ഈ റിസീവറിൻ്റെ പേര്. ഇനി ഞാൻ ഈ റിസീവറിലോട്ട് നമ്മുടെ സെർവോ മോട്ടർ അതായത് സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ കണക്ഷൻ ഞാൻ ചാനൽ നമ്പർ 2 കണക്ട് ചെയ്യുകയാണ്. ഇതാണ് ബ്രഷ്ഡ് ESC, അതായത് സ്പീഡ് കൺട്രോളറാണ്. DC മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഇതാണ്. ഇനി നമുക്ക് ESCയുടെ ആ ഒരു വയറ് നമ്മുടെ ചാനൽ നമ്പർ 3 കണക്ട് ചെയ്യണം. റിസീവറിൻ്റെ ചാനൽ നമ്പർ 3 ഞാൻ കണക്ട് ചെയ്യുകയാണ്. ഇനി നമ്മുടെ ESC എന്ന് വരുന്ന ഈ ഒരു കണക്ടർ നമ്മുടെ DC മോട്ടറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ DC മോട്ടറും നമ്മുടെ ESC ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. ഈ ഒരു വയർ നമ്മുടെ ബാറ്ററിയുടെ കണക്ഷനാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ് ESC വർക്ക് ചെയ്യുകയാണ്. അപ്പം ESC വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ESCയും റിസീവറും ഒക്കെ നമുക്കൊന്ന് ഒതുക്കി നമുക്കൊന്ന് ടൈ ഉപയോഗിച്ച് നന്നായിട്ട് ടൈ ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റിക്കും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റിസീവറിൻ്റെ ഈ ഒരു ഭാഗം ആ ഒരു സ്റ്റിക്കിലോട്ട് വെച്ചിട്ട് ടൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 7.4 വോൾട്ട് വരുന്നൊരു ലിപ്പോ ബാറ്ററിയാണ്. ഞാൻ കാറിൻ്റെ ബാക്കിലായിട്ട് ഈ ബാറ്ററി ഈ ഒരു ഭാഗത്ത് വെച്ച് ടൈ ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഞാനപ്പോൾ ടൈ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിയും ESC ആയിട്ടൊന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ESC വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ഷോക്ക് അബ്സറൊക്കെ ഒന്ന് വർക്ക് ചെയ്യാൻ നോക്കാം. അതിനുശേഷം നമ്മുടെ സ്റ്റിയറിംഗ് സിസ്റ്റം കാറ് ഓടുകയെന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഏതായാലും ആ ഒരു വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു റിമോട്ടാണ് ഈ കാറിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു റിമോട്ടിൻ്റെ പേര് FlySkyയുടെ FSI-6 എന്നൊരു മോഡലാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, കാറിൻ്റെ മോട്ടറും വർക്ക് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം.
അങ്ങോട്ട് ബാക്ക് ഇറങ്ങിക്കൊണ്ടോ. കിട്ടുന്നുണ്ടോ? ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, മാക്സിമം വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യണം. പുതിയതായിട്ടാണ് ആരെങ്കിലും ചാനൽ വീഡിയോസ് കയറി കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.